ഇന്നത്തെ തൊടുകുറി വളരെ വ്യത്യസ്തവും അതേസമയം മനസ്സിൽ മധുരം നിറയ്ക്കുന്നതുമായ ഒന്നാണ്. സാധാരണയായി നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കുന്നത് സങ്കടങ്ങളും കാത്തിരിപ്പുകളും നിരാശകളും ആയിരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ പ്രപഞ്ചം നമ്മളോട് ഒരു സൂചന നൽകും, ഇനി നിന്റെ ജീവിതത്തിൽ മധുരമുള്ള മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന്. ഇന്ന് നമ്മൾ അതുപോലൊരു ആത്മീയ സൂചന മനസ്സിലാക്കാനാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്കായി നൽകിയിരിക്കുന്നത് 2 മധുര പലഹാരങ്ങളാണ്. ഒന്നാമത്തേത് എല്ലാവർക്കും പ്രിയപ്പെട്ട സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ലഡു. രണ്ടാമത്തേത് മധുരത്തിന്റെ ചുരുളുകൾ പോലെ തോന്നിക്കുന്ന ജിലേബി. നമസ്കാരം, മിസ്റ്റിക് ഇതിഹാസത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ 2 പലഹാരങ്ങളും വെറും ഭക്ഷണം മാത്രമല്ല, സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഭാഗ്യത്തിന്റെയും പ്രതീകങ്ങളായി കണക്കാക്കപ്പെടുന്നവയാണ്. ക്ഷേത്രപ്രസാദങ്ങളിലും വിവാഹങ്ങളിലും ആഘോഷങ്ങളിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ മധുരങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമാണ്. നിങ്ങളുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഓർക്കുക. അത് പണമായിരിക്കാം, ജോലിയായിരിക്കാം, സ്നേഹമായിരിക്കാം, വിവാഹമായിരിക്കാം, അല്ല എങ്കിൽ ജീവിതത്തിൽ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ഒരു വലിയ സ്വപ്നമായിരിക്കാം. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഈ 2 മധുര പലഹാരങ്ങളിൽ ഒന്നിനെ തിരഞ്ഞെടുക്കുക. കൂടുതൽ ചിന്തിച്ച് കൺഫ്യൂഷൻ ആവേണ്ടതില്ല. ആദ്യ നിമിഷം നിങ്ങളുടെ മനസ്സ് ഏത് ചിത്രത്തിലേക്കാണോ ആകർഷിക്കപ്പെടുന്നത് അതുതന്നെയാണ് നിങ്ങളുടെ തൊടുകുറിയുടെ ഉത്തരം. കാരണം ചിലപ്പോൾ നമ്മുടെ മനസ്സ് തിരഞ്ഞെടുക്കുന്നത് വെറും ഒരു ചിത്രമല്ല, നമ്മുടെ ഭാവിയുടെ ഒരു സൂചന തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മിസ്റ്റിക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയനാമങ്ങൾ ഒരു പ്രാർത്ഥനയായി കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ലഡു തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയുവാനുള്ളത്, പൊതുവെ നോക്കിയാൽ നാളിതുവരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ജീവിതത്തിൽ കരുതി വെക്കുവാൻ ഉത്സാഹം കാണിക്കാറില്ല. നിങ്ങളെ ആശ്രയിക്കുന്ന മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾക്കാണ് നിങ്ങൾ മുൻഗണന കൊടുക്കുവാറുള്ളത്. അത് നിങ്ങളുടെ മക്കളാകാം, കുടുംബങ്ങളാകാം, അല്ല എങ്കിൽ ബന്ധുക്കളും ആകാവുന്നതാണ്. ഇങ്ങനെ ഒരു സ്വഭാവ പ്രകൃതം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ മിക്കവാറും ദിവസങ്ങളിൽ നിങ്ങളുടെ കൈ ശൂന്യമായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളെ ഒന്ന് കബളിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് നടപ്പുള്ള കാര്യമല്ല. അതായത് തന്റെ ഭാഗത്താണ് ന്യായമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ വളരെ പെട്ടെന്ന് സംസാരിക്കുവാനും അതുപോലെ തന്നെ ഒരു കാര്യം ഇങ്ങോട്ട് ചോദിച്ചാൽ അങ്ങോട്ട് മറുപടി കൊടുക്കുവാനും നിങ്ങൾക്കുള്ള ആ ഒരു കഴിവ് അതൊന്ന് വേറെ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, ഈ മറ്റുള്ള ആരെങ്കിലും നിങ്ങളെ കളിയാക്കിയാലും ശരി, നിങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ അതിനെ നേരിടുവാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട്. ഈ കഴിവാണ് നിങ്ങളെ പല സ്ഥലങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അതുമാത്രവുമല്ല, നിങ്ങളോട് മനസ്സ് തുറന്ന് ഇടപെട്ടവർ ആരും നിങ്ങളെ വിട്ടുപോവുകയുമില്ല. കാരണം അത്ര നല്ല സൗഹൃദമാണ് നിങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഒരു ബലഹീനത തന്നെയാണ്. മാത്രവുമല്ല, ധാരാളം സുഹൃത്തുക്കളും നിങ്ങൾക്ക് വന്നു ചേരുന്നതുമാണ്. എന്നാൽ ഇത് മറ്റൊരു രീതിയിൽ കൂടി നോക്കുകയാണെങ്കിൽ ഇതുതന്നെയാണ് നിങ്ങളുടെ ജീവിത പരാജയവും എന്ന് തന്നെ പറയാവുന്നതാണ്. എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്നും ജീവിതത്തിൽ കരുതി വെക്കുന്നില്ല. 10 രൂപ കിട്ടിയാൽ 20 രൂപയുടെ ചിലവ് നിങ്ങൾക്ക് വന്നു ചേരുന്നുമുണ്ട്. ഇതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പോംവഴി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുത്ത് പ്രവർത്തിക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് അധികം തന്നെ ചില സുപ്രധാന ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്നതുമാണ് എന്ന് പറയുകയാണ് കൂടുതൽ ശരി. അതുപോലെ തന്നെ ഇവിടെ ഈ തൊടുകുറി ഫലത്തിൽ കാണുന്നത്, ഉടനെ തന്നെ നിങ്ങൾക്ക് പണത്തിന്റെ കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്. അത് ഉടനെ നടന്നു കിട്ടുമോ എന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ തൊടുകുറി ഗണിതപ്രകാരം കാണുന്നത് 60 ദിവസത്തിനധികം സമയമെടുക്കും എന്നാണ് കാണുന്നത്. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും സാങ്കേതിക തടസ്സം ഇതിനോടൊപ്പം ഉണ്ടെങ്കിൽ
അത് വീണ്ടും വൈകുന്നതാണ്. എന്നാലും 3 മാസത്തിനുള്ളിൽ നടന്നു കിട്ടുന്നതാണ്. ഇതിലൊരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രവർത്തന മികവ് എങ്ങനെയാണോ അതനുസരിച്ച് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡപ്പായി കിട്ടുന്നതാണ് നിങ്ങൾക്ക്. അതായത് 3 മാസം എന്നുള്ളത് 1 മാസത്തിനുള്ളിൽ നടന്നു കിട്ടുവാനും മതി. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ലഡു തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലമായിട്ട് ഇവിടെ പറയുവാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ജിലേബി തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത്. നിങ്ങളെ കുറിച്ചിട്ട് ഏറ്റവും ആദ്യമായിട്ട് പറയുവാനുള്ളത് ആരെയും ആകർഷിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതവും അതിനോടൊപ്പം അംഗലാവണ്യമുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും ശരി നിങ്ങളെ ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതാണ്. എന്നാൽ ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഒരു ന്യൂനത കൂടിയുണ്ട്. അതെന്തെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത്. എന്ന് വെച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് പരിഹസിച്ച് സംസാരിക്കുകയാണെങ്കിൽ, അല്ല എങ്കിൽ നിങ്ങളെ ഒന്ന് കൊച്ചാക്കി ഈ നെഗറ്റീവായിട്ട് ഒരു കമന്റ് പറഞ്ഞു അവർ ഇപ്പോൾ തമ്മിൽ കൂട്ടുകാർ ചേർന്ന് ഇരിക്കുകയാണെങ്കിൽ അവരോട് ആ സ്പോട്ടിൽ വെച്ച് നിങ്ങൾ മറുത്തൊന്നും പറയില്ല എങ്കിൽ പോലും അത് നിങ്ങൾ ദീർഘനേരം മനസ്സിലിട്ട് ഒരു അപകർഷത മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്നവരാണ്. ഇത് പറയാൻ കാരണം നിങ്ങൾ അവരോട് ആ സമയത്ത് വഴക്കിന് പോയില്ല ഇല്ലെങ്കിൽ പോലും എന്നാലും എന്നോടവർ ആ രീതിയിലെല്ലാം സംസാരിച്ചല്ലോ അല്ലെങ്കിൽ പെരുമാറിയല്ലോ എന്നെല്ലാം ഓർത്തിട്ട് വിഷമിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് പൊതുവായിട്ട് നിങ്ങൾക്കുള്ളത്. ഇത് തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ കാണുന്നുമുണ്ട്. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാലും ശരി ഒരു ആത്മധൈര്യം നിങ്ങളുടെ മനസ്സിന് കിട്ടാറില്ല. ഇത് പറയാൻ കാരണം അത് ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ മിക്കപ്പോഴും വന്നു നിറയുന്നതാണ്. ഇങ്ങനെയോ ഈ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ചില സുപ്രധാന അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരി നല്ല തെളിഞ്ഞ മനസ്സിന് ഉടമകളാണ് നിങ്ങൾ. അതായത് മറ്റുള്ളവരുടെ നന്മയിലേക്ക് മാത്രമേ നിങ്ങൾ ചിന്തിക്കാറുള്ളൂ. ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും അവരുടെ ആ ഒരു സങ്കടം കേട്ടാൽ പെട്ടെന്ന് മനസ്സലിയുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത്. ഈ ഒരു പ്രകൃതം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശത്രുശല്യവും വളരെ കൂടുതലാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിങ്ങൾ ഏറിയ പങ്കും നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും ഒരു അവഗണന നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ട്. അതായത് അവർ നിങ്ങളെ ഒരു കറിവേപ്പില എന്നതുപോലെയാണ് കാണുന്നത്. അതായത് ഈ കറി വേവുന്നത് വരെ കറിവേപ്പിലയ്ക്ക് കറിയിൽ സ്ഥാനമുണ്ട്, അതിനുശേഷം അതെടുത്ത് പുറത്തേക്ക് കളയുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങളെ അവർ കാണുന്നത്. ഈ പറഞ്ഞത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ ഈ തൊടുകുറി ഫലങ്ങൾ കാണുന്നതാണ്. ഇനി നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ അതിന് എത്ര കാലതാമസം എടുക്കും എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഇവിടെ ഈ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് അത് നടന്നു കിട്ടും എന്നുള്ളത് 90% ഉറപ്പായിട്ട് പറയാവുന്നതാണ്. മാത്രവുമല്ല അത് വെറും 21 ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടുമെന്ന് തൊടുകുറി ഫലങ്ങളായിട്ട് കാണുന്നുമുണ്ട്. ഒരു പക്ഷേ അതിനുള്ളിൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു കാര്യം നടന്നു കിട്ടിയില്ല എങ്കിൽ പിന്നെ അടുത്ത 6 മാസം വരെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടത് വരുമെന്നാണ് കാണുന്നത്. എന്നാൽ നിങ്ങൾ തടസ്സങ്ങളൊന്നും വകവെക്കാതെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അരയും തലയും മുറുക്കി അല്പം ധൈര്യം സംഭരിച്ചുകൊണ്ട് അങ്ങ് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ആ ചൂടും ശുഷ്കാന്തിയും പോലെ തന്നെ ഈ പകുതി സമയം കൊണ്ട് തന്നെ ഇത് നടന്നു കിട്ടുവാനും മതി. പ്രത്യേകം ഇവിടെ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം അതൊരു നോർമൽ കാര്യമാണെങ്കിൽ, അതായത് നമ്മൾ സാധാരണ ദൈനംദിന ജീവിതത്തിൽ ആഗ്രഹിക്കാവുന്ന അങ്ങനെയുള്ള ഒരു കാര്യമാണെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ 21 ദിവസം കൊണ്ടത് നടന്നു കിട്ടുമെന്ന് പറയുന്നത്. ഇനി നേരെ മറിച്ച് ഞാൻ ജോലി ചെയ്ത് എനിക്കൊരു സ്കൂട്ടർ മേടിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ ഈ 6 മാസം എന്നുള്ളത് ഇവിടെ 1 വർഷം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നതാണ്. ഇവിടെ പറയുമ്പോൾ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. അത് വേർതിരിച്ച് മനസ്സിലാക്കിയെടുക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ജിലേബി തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുവാനായി ആഗ്രഹിച്ചത്. ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മിസ്റ്റിക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.